ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ ഗോമതി സംസാരിക്കുന്ന കേൾക്കുന്ന നമ്മുടെ മിത്രയ്ക്കും നല്ല സങ്കടം ആവുകയാണ്. തൻ്റെ സഹോദരനാണ് അലോക്. അവനെ ഈ ഒരു അവസ്ഥയിൽ കാണാനോ കേൾക്കാനോ നമ്മുടെ മിത്രയ്ക്ക് സാധിക്കുന്നില്ല. പക്ഷെ മീനുവിന് വളരെ സന്തോഷം തന്നെയാണ്. തന്നെ കള്ളക്കേസുണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയവനാ അച്യുതനും അലോകും. അവർക്കതിനുള്ള ശിക്ഷയാണ് കിട്ടുന്നതെന്നാണ് നമ്മുടെ മീനുവിൻ്റെ പക്ഷം. അതുമാത്രമല്ല, അനുശ്രീയോട് അലോക് ചെയ്തു കൂട്ടിയതൊന്നും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. അതുകൊണ്ട് തന്നെ അവനെ പറ്റി ഒരു സെൻറ്റിമെൻറ്റ്സും കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്ന മീനുവിൻ്റെ പക്ഷം. ഇതേ സമയം മിത്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക. അപ്പം മിത്ര പെട്ടെന്ന് വെള്ളം കുടിക്കാനാണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് വരാത്ത കാണുമ്പം നമ്മുടെ മീനു അടുത്തേക്ക് ചെന്ന് ചോദിക്കും, എന്താ മിത്രേ കാര്യം? നിനക്ക് അലോകിനെ പറ്റി ഞാൻ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല ല്ലേ എന്ന് ചോദിക്കുക. ഏയ് അങ്ങനെയല്ല ചേച്ചി, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷ അവന് കിട്ടുകയും വേണം. പക്ഷേ അവൻ എൻ്റെ സഹോദരനല്ലേ. ഇപ്പം അപ്പച്ചി പറഞ്ഞതുപോലെ അവൻ അങ്ങനെ നശിച്ച് കാണാനൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിക്കത്തില്ല എന്ന് മിത്ര പറയാണ്. എവിടെയാണെങ്കിലും നല്ല രീതിയിൽ ഇരിക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം പോലീസുകാരവനെ തല്ലി എന്നൊക്കെ കേൾക്കുമ്പം എനിക്കൊരു സങ്കടം പോലെ. ഒന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവൻ അവിടെ പോയത് ഒന്നും ചെയ്യാതൊന്നും അല്ലല്ലോ, നിരപരാധിയൊന്നും അല്ലല്ലോ. അനുശ്രീയോട് എത്ര വലിയ തെറ്റാ അവൻ ചെയ്തത്, അതിനുള്ള ശിക്ഷയാണ് അവന് കിട്ടുന്നത് എന്ന് പറയാം. അപ്പം മിത്ര കൂടുതലൊന്നും പറയുന്നില്ല. ഇതേ സമയം അച്യുതനും അനന്തനും വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ രാജശ്രീ പുറത്തേക്ക് ഓടി വരികയാണ്. അച്ചുവേട്ടാ, അനന്തേട്ടാ, എവിടെ എൻ്റെ അലോക് എന്ന് ചോദിക്കാം. അപ്പം അച്യുതൻ ഒന്നും പറയാതെ നിൽക്കുക. പെട്ടെന്ന് അനന്തൻ അകത്തേക്ക് കയറിപ്പോവാണ്. അനന്തൻ്റെ പിന്നാലെ അച്യുതനും ചെല്ലുക. നിങ്ങൾ രണ്ടുപേരും എന്താ ഒന്നും പറയാത്തത്? അലോക് എന്തേ? അവനെയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ? ദേ ഞാനിവിടെ അവൻ ഇഷ്ടപ്പെട്ട ആഹാരം വരെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുക എന്ന് രാജശ്രീ പറയാണ്. അത് കേൾക്കുന്ന അച്യുതൻ സങ്കടപ്പെട്ട് നിൽക്കുക. അച്ചുവേട്ടാ, എന്താ ഉണ്ടായതെന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് ഇന്ദ്രാമ്മയും നന്ദിതയൊക്കെ അടുത്തേക്ക് വരിക. അനന്ത, എന്താ ഉണ്ടായത്? അലോക് എവിടെ എന്ന് ഇന്ദ്രാമ്മ ചോദിക്കുകയാണ്. അവന് ജാമ്യം കിട്ടിയില്ല, കേസിന്റെ വിധി 15-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു അമ്മേ എന്ന് പറയാം. എൻ്റെ മോനെ വീണ്ടും പോലീസുകാർ കൊണ്ടുപോയോ എന്ന് രാജശ്രീ ചോദിക്കുക. അതെ രാജശ്രീ, അവർ വീണ്ടും അവനെ കൊണ്ടുപോയി. ഇനി 15-ാം തീയതിയെ വിധി വരുള്ളൂ. വിധി നമുക്ക് അനുകൂലമായിരിക്കുമെന്ന നമ്മുടെ വക്കീല് പറഞ്ഞത് എന്ന് അനന്തം പറയാണ്. എൻ്റെ മകനെ ആയിട്ടെ കൃഷ്ണമംഗലത്തിൻ്റെ പടി ചവിട്ടു എന്നല്ലേ അച്യുതേട്ടൻ എന്നോട് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ മോൻ എവിടെ അച്ചുവേട്ട? നമ്മുടെ മോനെ വീണ്ടും ജയിലിലേക്ക് അയച്ചോ? അവൻ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്? എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറയാം. അത് കേൾക്കുന്ന അച്യുതൻ പറയും, രാജശ്രീ, അവനെ കാണാൻ വല്ലാതെ ആയിപ്പോയി. നമ്മുടെ മകൻ ആകെ ക്ഷീണിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. അയ്യോ, പോലീസുകാർ അവനെ തല്ലിക്കാണോ? അച്ചുവേട്ട എന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം അനന്തം പറയും, അങ്ങനെ തല്ലാനൊന്നും അവർക്ക് പറ്റില്ല രാജശ്രീ എന്ന് പറയാം. എങ്കിലും എൻ്റെ കുഞ്ഞ് ഇഷ്ടപ്പെട്ട ആഹാരം പോലും കിട്ടാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും. ഞാനെങ്ങനെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കും? ഇതിനെല്ലാം കാരണക്കാരി ആ അനുശ്രീയ എന്ന് പറയാൻ കേട്ടോ. അവള് നമ്മുടെ വക്കീലിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിറച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഉണ്ടായത് എന്ന് ചോദിക്കാം. അപ്പം അനന്തം പറയും, അലോക് അനുശ്രീയോട് ചെയ്ത എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുൻപാകെ അവൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. കോടതിക്ക് അവൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നേ എന്ന് അനന്തം പറയാണ്. എന്ത് സത്യങ്ങൾ അനന്തേട്ടാ, എന്ത് സത്യങ്ങൾ? നമ്മളോട് ചെയ്തത് ശരിയാണോ? അലോക് കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് എത്ര ദിവസം ഈ വീടിൻ്റെ മരുമകളായി അവൾ ഇവിടെ താമസിച്ചു. അവളോട് നമ്മളെല്ലാവരും എത്ര മാന്യമായിട്ടാണ് പെരുമാറിയത്. അതിൻ്റെ നന്ദി പോലും അവൾക്ക് നമ്മളോടില്ലല്ലോ എന്ന് പറയാണ്. അപ്പം അനന്തൻ ഒന്നും പറയില്ല. എനിക്കിനി ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. ആ ദേവമംഗലത്തുള്ളവരോട് 2 വാക്ക് എനിക്ക് പറയണം. എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയവരോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരു ദേവമംഗലം, അവിടെ ഉള്ളവരൊക്കെ നശിച്ചു പോയവരെ എനിക്ക് സമാധാനമാകും എന്നൊക്കെ രാജശ്രീ പറയാം. അപ്പം അച്യുതൻ പറയും, രാജശ്രീ നീ ഒന്ന് അടങ്ങ്, അലോകിൻ്റെ കേസ് ഒന്ന് കഴിയട്ടെ. അതുവരെ നമ്മൾ ഒരു പ്രശ്നത്തിനും പോകാത്തത് തന്നെയാണ് നല്ലത്. അതൊക്കെ അലോകിനെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് എന്ന് പറയാം. അത് കേൾക്കുന്ന അനന്തനും പറയും, രാജശ്രീ നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നീ സമാധാനത്തോടെ ഇരിക്കുക. ഇപ്പം നീ അവിടെ പോയൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേസിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. 15-ാം തീയതി നമുക്ക് വിധി അനുകൂലമാകുക പോലുമില്ല. അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് ബോധ്യപ്പെടുത്താണ്.
എനിക്കല്ലേ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുള്ളൂ. പക്ഷേ മിത്ര അവളെ ഇനി ഒരു നിമിഷം പോലും ദേവമംഗലത്ത് നിർത്തരുത്. ആ ആര്യൻ അവനാ എൻ്റെ മകനോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിട്ടുള്ളത്. എത്ര തവണ പട്ടിയെ തല്ലുന്ന പോലെ എൻ്റെ അലോകിനെ അവൻ തല്ലിയിട്ടുണ്ട്. അവൻ്റെ ഭാര്യയായിട്ട് മിത്ര ഇനി ദേവമംഗലത്ത് ജീവിക്കണ്ട. അനന്തേട്ടനും ഏടത്തിയും ഇപ്പം തന്നെ പോയി അവളെ ഇങ്ങോട്ട് വിളിക്കുക. അവൾ ഇനി ഇവിടെ താമസിച്ചാൽ മതി. ഇവിടുത്തെ മരുമകളായിരുന്ന അനുശ്രീയെ വിളിച്ചോണ്ട് ബാലന് പോകാമെങ്കിൽ അവിടുത്തെ ആരിൻ്റെ ഭാര്യയായ മിത്രയെ നമുക്കും വിളിച്ചോണ്ട് വരാം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ഇന്ദ്രാമ്മ പറയും, അങ്ങനെ വിളിച്ചാൽ മിത്ര വരുമെന്ന് തോന്നുന്നുണ്ടോ രാജശ്രീ? ആരിൻ്റെയും മിത്രയുടെയും വിവാഹം യഥാർത്ഥത്തിൽ നടന്നതാ, അല്ലാതെ അലോകിൻ്റെയും അനുശ്രീയുടെയും പോലെ അല്ല എന്ന് പറയാം. എന്ത് വിവാഹം അമ്മേ, അതും ഒരു കള്ളക്കല്യാണം തന്നെയല്ലായിരുന്നോ? ആര്യൻ അവളെ ഗതികേടുകൊണ്ട് കല്യാണം കഴിച്ചതാണെന്നല്ലേ പറയുന്നത്. എന്തായാലും അവിടെ പോയി ഏടത്തിയും ഏട്ടനും അവളെ വിളിച്ചിട്ട് വന്നാൽ മതി. അത് അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ്. ആ ബാലനും കോമതിയും ഇനി സമാധാനത്തോടെ അവിടെ ജീവിക്കണ്ട. എനിക്കത് കാണണം. അവൾ ഇനി ഇവിടെ ജീവിച്ചാൽ മതിയെന്ന് വാശിയോട് കൂടി പറയണം കേട്ടോ. അപ്പം ഒരു പ്രശ്നത്തിന് മുതലുണ്ടാകുന്ന കരുതി അനന്തം പറയും, നീ സമാധാനപ്പെട് രാജശ്രീ, ഞാനും നന്ദിതയും അവിടെ പോയി സംസാരിക്കാം, മിത്രയെ വിളിക്കുകയും ചെയ്യാം. അത് പോരെ നിനക്ക് എന്ന് പറയാം. അത് പോരാ, മിത്രയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക തന്നെ വേണം എന്ന് നിർബന്ധപൂർവ്വം പറയാണ്. അപ്പം നന്ദിത പറയും, അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? അവളോട് ഞങ്ങൾ ചോദിക്കും, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും എന്ന് പറയാൻ കേട്ടോ. അപ്പം നേരത്തെ തന്നെ നന്ദിത ദേഷ്യത്തിലൊന്നും സംസാരിച്ചത് മനസ്സിൽ കിടക്കുന്ന രാജശ്രീ ഒരു പൊടിക്ക് അങ്ങോട്ട് ഒതുങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ ധർമ്മന് സന്തോഷം തന്നെയാണ് കേട്ടോ. കാരണം അനുശ്രീയോട് അലോക് ചെയ്ത തെറ്റ് വലിയ തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ അവന് കിട്ടണം എന്നുള്ള പക്ഷം തന്നെയാണ് ധർമ്മന്. സമയം അച്യുതൻ ധർമ്മനോട് പറയും, നിന്റെ കടയുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾ പോയി കണ്ട കട അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ നിന്റെ കട തുടങ്ങുക. ആ ബാലന് അതോടുകൂടി ഒന്ന് അടങ്ങും. അവൻ്റെ ഒരു ഗോമതി സ്റ്റോർ അത് ഞാൻ പൂട്ടിക്കും എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, ഏട്ടാ നിങ്ങൾ എനിക്ക് കടയിട്ട് തരുന്നതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മറ്റൊരാളുടെ പ്രതികാരം വീട്ടാനായിട്ട് എനിക്ക് അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയാം. എന്ത് പ്രതികാരം? എൻ്റെ മകനെ ജയിലിലടിച്ച അവൻ നശിക്കുക തന്നെ വേണം. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. പിന്നെ നിനക്ക് എന്നും ഇവിടെ വെറുതെ നിൽക്കാൻ പറ്റുമോ? എന്നാണെങ്കിലും സ്വന്തം കാലം നിൽക്കണ്ടേ? അതിന് ഈ കട ഉപകരിക്കും. കട നടത്തി നിനക്ക് നല്ല ശീലം ഉള്ളതല്ലേ എന്നൊക്കെ പറയാണേ. ഇതേ സമയം വീട്ടിൽ നമ്മുടെ ദേവമംഗലത്ത് മിത്ര ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് റൂമിലേക്ക് ആരും കയറി വരുന്നത്. എന്താടോ, എന്തു പറ്റി തനിക്ക് എന്ന് പറയാം. ഞാനെന്തായാലും ഇന്ന് വളരെ സന്തോഷത്തിൽ തന്നെയാണ്. അലോക് എൻ്റെ അനുകുട്ടിയോട് അവൻ ചെയ്തതിനുള്ള ശിക്ഷയാണ് അവനിപ്പോൾ അനുഭവിക്കുന്നത്. അവൻ വലിയ ഷോയ്ക്ക് വന്ന് അനുവിനോട് മാപ്പ് പറഞ്ഞേക്കുന്നു. എല്ലാം ആ വക്കീൽ ഉപദേശിച്ചു കൊടുത്തതായിരിക്കും. അനുവിൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റിയെടുത്ത് കേസ് ഒഴിവാക്കിയ അവന് പുറത്ത് കടക്കാൻ പറ്റുള്ളെന്നേ അവന് ബോധ്യപ്പെട്ടു എന്നൊക്കെ പറയാം. അപ്പം ഇത്രയാകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പം എന്താടോ താൻ എന്താ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം. ആര്യ, എത്രയൊക്കെ പറഞ്ഞാലും അലോക് എൻ്റെ സഹോദരനല്ലേ. അവനിന്ന് വല്ലാത്തൊരവസ്ഥയിൽ കണ്ടപ്പം ഗോമതി അപ്പച്ചിക്ക് വരെ സങ്കടം വന്നു. അപ്പോൾ പിന്നെ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആരിനെന്താ ചിന്തിക്കാത്തത് എന്ന് ചോദിക്കാം. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നു വന്നവരാ. അവൻ ഒരിക്കലും നശിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം എന്ന് കരുതി അനുക്കുട്ടിയോട് അവൻ ചെയ്ത തെറ്റല്ലാതാകുമോ എന്ന് അപ്പോൾ ചോദിക്കാൻ കേട്ടോ ആര്യൻ. അനുശ്രീയോട് അവൻ ചെയ്തത് തെറ്റ് തന്നെയാ, അതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നും കരുതി അവൻ കാലാകാലം ജയിലിൽ കിടക്കാനൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആര്യ എന്ന് മിത്ര പറയാണ്. താൻ സമാധാനപ്പെടുക. തൻ്റെ ആങ്ങള തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടണം. എങ്കിലേ അവൻ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് നല്ലൊരു മനുഷ്യനായി മാറൂ. താൻ അങ്ങനെ ചിന്തിക്കുക എന്നൊക്കെ ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ വിശേഷങ്ങൾ. എന്തായാലും നമ്മുടെ നന്ദിതയും അനന്തനും ദേവമംഗലത്ത് വന്ന് മിത്രയെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മിത്ര അവർക്ക് കൊടുക്കേണ്ട മറുപടിയൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്നത് കാണാം.